ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ, അതായത് ഈ രാജ്യത്തിന്റെ മൊത്തം ലോക്സഭാ സീറ്റിന്റെ 60% ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പുതിയ നീക്കമാണ് തത്വത്തിൽ അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നത്. 543 സീറ്റേ ഉള്ളുവെങ്കിൽ സീറ്റ് വർധന ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെ ഡീലിമിറ്റേഷൻ മെത്തേഡ് കൊണ്ടുവന്ന് വിവിധ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുക, ചില സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ ക്രമാതീതമായി വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് BJP ആസൂത്രണം ചെയ്യുന്ന പദ്ധതി. 80 ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് 120 മുതൽ 130 വരെ ആക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ്. 26 ലോക്സഭാ സീറ്റുകളുള്ള ഗുജറാത്ത് 40 45 ആയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതേസമയം 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ ഒരുപക്ഷെ 2-3 സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. കുടുംബാസൂത്രണ പദ്ധതികൾ എല്ലാം ഏറെക്കുറെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മോശമല്ലാത്ത രീതിയിൽ നടപ്പിലാക്കുകയും അവരുടെ GDP ഈ രാജ്യത്തെ ഭക്ഷ്യോൽപാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേവന കാര്യത്തിലായിരുന്നാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂടുതൽ സംഭാവനയാണ്. 2000-ന് ശേഷം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിയന്ത്രണ രേഖയുണ്ട്. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ അടക്കമുള്ള എല്ലാ സ്റ്റേറ്റുകളിലും സമാധാന അന്തരീക്ഷം തകർന്നു തരിപ്പണമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ബീഹാർ BJP കൈയടക്കി വച്ചിരിക്കുകയാണ്. ജനതാദൾ പാർട്ടിക്ക് വലിയ ആധിപത്യമുണ്ടായിരുന്ന മണ്ഡൽ കമ്മീഷൻ കാരണം ജനതാ പാർട്ടികളുടെ വേരോട്ടമുള്ള 2 സംസ്ഥാനങ്ങൾ ബീഹാറിലും ഉത്തർപ്രദേശിലും, ഈ 2 സംസ്ഥാനങ്ങൾ BJP പരിപൂർണമായി കൈയടക്കി വച്ചിരിക്കുന്നു. ഉത്തർപ്രദേശിൽ യോഗിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ ബീഹാറിൽ സാമ്രാജ് ചൗധരിയാണ് മുഖ്യമന്ത്രി. ഏറ്റവും അരക്ഷിതാവസ്ഥയിൽ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളെ കൊണ്ടുപോകാനും ഈ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയെ താറുമാറാക്കി അസന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളിൽ BJP ഭാഗികമായെങ്കിലും വിജയിച്ചിരിക്കുന്നു. രാജ്യസഭാ സീറ്റുകളിൽ ഇനിയുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഡ്രാഫ്റ്റിക് ആയിരിക്കും. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെയുള്ള രാജ്യസഭാ സീറ്റ് ഒഴിവുകളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് വന്ന് അതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വർധനവോടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് BJP ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അണിയറയിൽ നടത്തുന്നത്. ഇതിനെതിരെയുള്ള നീക്കം സുപ്രീം കോടതിയിൽ പല ഹർജികളായി പ്രതിപക്ഷം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ വലിയ തോതിലുള്ള നീക്കങ്ങൾ അതിനുവേണ്ടി നടത്തുന്നു. പക്ഷേ അതൊക്കെ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ്. ഈ രാജ്യം അസഹിഷ്ണുതയുടെ മുൾമുനയിലേക്ക് കൊണ്ടുപോകാനാണ് BJPയുടെ ശ്രമം.